ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശാന്തം ശാശ്വതമപ്രമേയമനഘം നിർവാണശാന്തിപ്രദം ബ്രഹ്മാശംഭുഫണീന്ദ്രസേവ്യമനിശം വേദാന്തവേദ്യം വിഭും രാമാഖ്യം ജഗദീശ്വരം സുരഗുരും മായാമനുഷ്യം ഹരിം വന്ദേഹം കരുണാകരം രഘുവരം ഭൂപാലചൂഡാമണിം. ദക്ഷിണേ ലക്ഷ്മണോ യസ്യ വാമേ ജനകാത്മജ പുരതോ മാരുതിർയസ്യ തം വന്ദേ രഘുനന്ദനം. നമ്മൾ അധ്യാത്മരാമായണം ബാലകാന്ഡം ശ്രീരാമാവതാരം മുതൽ അർത്ഥസഹിതം ഇനി കാണുന്നു. ആത്മജ്യോതിയിൽ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും 4 പിറന്നാരുടനുടൻ. ഇപ്പം ഗർഭം ദശരഥ മഹാരാജാവിൻ്റെ പത്നിമാർക്ക് 3 പേർക്കും പൂർണ്ണമായി ചമഞ്ഞ കാലത്ത് അർഭകന്മാർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ 4 പിറന്നു ഉടനുടൻ അടുപ്പിച്ചടുപ്പിച്ചിട്ട്. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന മുഹൂർത്തത്തിലാണ് അച്യുതൻ വിഷ്ണു ഭഗവാൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ, കൗസല്യാദേവിയുടെ പുത്രനായി, ആത്മജൻ പുത്രൻ. നക്ഷത്രം പുനർവസു, നക്ഷത്രം പുണർദമാണ്. നവമിയല്ലോ തിഥി നവമിയാണ്. നക്ഷത്രാധിപനോട് കൂടവേ, ചന്ദ്രനോട് കൂടവേ ബൃഹസ്പതി വ്യാഴം കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ, കർക്കിടകത്തിൽ അത്യുച്ചത്തിൽ നിൽക്കുന്നു. അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കിടകം. അപ്പം മേടത്തിൽ സൂര്യനും ഉച്ചനാണ്. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും. ലഗ്നം കർക്കിടക രാശിയാണ്. തുലാത്തിൽ ശനിയും മീനത്തിൽ ശുക്രനും പിന്നെ വക്രനും. ചൊവ്വ ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. അവിടെ വിവിധ ഗ്രഹങ്ങളുടെ ആ ഒരു സ്ഥിതിയാണ് പറയുന്നത്. ഭഗവാന്റെ ജനനം വസന്ത നവരാത്രിയിലാണെന്നാണ് പറയുക. അപ്പം ഏറ്റവും ഉത്തമമായ ജാതകമാണ് ശ്രീരാമ ജാതകം എന്നാണ് പറയുക. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയിയും പുഷ്യ നക്ഷത്രം കൊണ്ടേ. അപ്പോൾ ദിക്കുകളൊക്കെ തെളിഞ്ഞു, ദേവന്മാരൊക്കെ തെളിഞ്ഞു. പൂയൻ നക്ഷത്രത്തിൽ കൈകേയിയും പ്രസവിച്ചു. പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം, 2 പുത്രദ്വയം, 2 പേരെ സുമിത്രാദേവിയും പ്രസവിച്ചു. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ. അപ്പം ഭഗവാൻ നമ്മൾ കണ്ടു 6 ഭാഗങ്ങളോട് കൂടിയ ആളാണ് ഭഗവാൻ. പരമാത്മാവാണ്, അതിന് പരമായിട്ട് പിന്നെ വേറൊന്നുമില്ല. മുകുന്ദൻ മുക്തിം ദദാതീതി മുകുന്ദഹായാണ്, ഭഗവാൻ തന്നെയാണ്. നാരായണൻ ജഗദീശ്വരൻ, ആ ജഗദീശ്വരൻ തന്നെയാണ് മായയെ തൻ്റെ അധീനത്തിലാക്കി വെച്ചുകൊണ്ട് പൂർണ്ണാവതാരമാണ് ശ്രീരാമാവതാരം. ശ്രീകൃഷ്ണാവതാരവും ശ്രീരാമാവതാരവും പൂർണ്ണമാണെന്നാണ് പറയുക. ജഗത്തിൻ്റെ തന്നെ ഈശ്വരനാണ്. ജന്മരഹിതൻ പത്നേക്ഷണൻ, ആ ഒരു താമരയുടെ നേത്ര പോലെയുള്ള, താമരപ്പൂവിൻ്റെ ഇതൾ പോലെയുള്ള നേത്രത്തോടു കൂടിയവൻ. ഭുവനേശ്വരൻ, ഭുവനത്തിന് ഈശ്വരനാണ്. ഇനി എന്താണ്? ഭുവനേശ്വരൻ വിഷ്ണു. വ്യാപനത്വാത് വിഷ്ണു, എങ്ങ് നിറഞ്ഞിരിക്കുന്നതാണ് വിഷ്ണു. തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. ആ സ്വന്തം ചിഹ്നങ്ങളോടെ അവതരിച്ചപ്പോൾ, ഭഗവാൻ അങ്ങനെ അവതരിച്ചപ്പോൾ കൗസല്യാദേവിക്ക് എന്ത് കാണായി വന്നു? സഹസ്ര കിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ. അപ്പോൾ സഹസ്രകിരണൻ ആരാണ്? സൂര്യനാണ്. ആയുധം എന്ന് പറഞ്ഞാൽ 10,000 അപ്പോൾ ആ കോടി സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയരുന്നത് പോലെ കൗസല്യാദേവിക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. സഹസ്രപത്രോദ്ഭവ നാരദ സനകാദി. അപ്പോൾ സഹസ്രപത്രോദ്ഭവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, നാരദ സനകാദി, നാരദൻ, സനകാദി മുരീന്ദ്രന്മാർ, സഹസ്ര നേത്രമുഖ വിബുധേന്ദ്രന്മാരാലും. വിബുധൻ എന്ന് പറഞ്ഞാൽ ദേവശ്രേഷ്ഠന്മാർ. അപ്പോൾ അവരാലും ബ്രഹ്മാവ്, സനകാദികൾ, നാരദ സനകാദികളായ മുനിമാർ, ഇന്ദ്രാദികളായ ദേവന്മാർ തുടങ്ങിയവരാൽ വന്ദിക്കപ്പെടുന്ന, പിന്നെന്താണ്, വന്ധ്യമായിരിപ്പൊരു നിർമ്മല മകുടവും കിരീടവും, നിർമ്മലമായ മകുടം, സുന്ദര ചിഗുരവും, സുന്ദരമായ തലമുടിയും, അളക സുഷമയും, തലമുടിയുടെ ആ കുറുനിരകളുടെ ശോഭ അളക സുഷമയും. പിന്നെയോ കാരുണ്യാമൃതരസ സമ്പൂർണ്ണ നയനവും, ആ കരുണാമൃതം തുളുമ്പുന്ന ആ കണ്ണുകൾ, അങ്ങനെയുള്ള കരുണ മിഴികൾ, കണ്ണുകൾ.
സുഷമ നയനവും ആരുണ്യാംബര പരിശോഭിത ജഘനവും. അപ്പം ആ ചുവന്ന പട്ടുവസ്ത്രത്താൽ ആരുണ്യ അംബര പരിശോഭിത ജഘനവും, അരക്കെട്ടിൽ ചുവന്ന പട്ടുവസ്ത്രം കൊണ്ട് ശോഭിത ജഘനവും, ശംഖചക്രാബ്ജ ഗദാ ശോഭിത ഭുജങ്ങളും, കൈകളിൽ എന്താണ് ശംഖം ചക്രം ഗദ പത്മം ഇവയുണ്ട് കൈകളിൽ. ശംഖസന്നിഭ ഗളരാജിത കൗസ്തുഭവും, ആ ശംഖ പോലുള്ള ആ കഴുത്തിൽ ശംഖസന്നിഭ ഗളരാജിത കൗസ്തുഭവും, അവിടെ എന്തുണ്ട് കൗസ്തുഭരത്നമുണ്ട്. ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സം എന്ന മറുകൊണ്ട്. കുണ്ടല മുക്താഹാര കാഞ്ചി നൂപുര മുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും, കുണ്ടലങ്ങൾ ആ ഒരു കാതിൽ ശോഭിക്കുന്ന കുണ്ടലമുണ്ട്. പിന്നെ മുത്തുമാലകൾ, മുക്താഹാര, കാഞ്ചി നൂപുര അരഞ്ഞാണുണ്ട്, കാൽച്ചിലമ്പുണ്ട്, കാഞ്ചിയുണ്ട്, നൂപുര മുഖമണ്ഡലങ്ങളും, പിന്നെ കാൽച്ചിലമ്പ് തുടങ്ങിയ ആഭരണങ്ങളുണ്ട്. പിന്നെ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ഇന്ദുമണ്ഡലവദനവും, ആ ചന്ദ്രമണ്ഡലത്തെ പോലെ ശോഭിക്കുന്ന മുഖവും. പിന്നെയോ പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും, പണ്ട് ലോകത്തെ 3 അടി കൊണ്ട് അളന്നല്ലേ മഹാബലിയുടെ കയ്യിൽ നിന്നും, ആ പാദാബ്ജം പാദമാകുന്ന താമരയും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും, അത് കണ്ടുണ്ടായ പരമാനന്ദത്തോടും. മോക്ഷതനായ ജഗത് സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ, ആ മോക്ഷത്തെ നൽകുന്ന പരമാത്മാവ് തന്നെയാണ് ഈ കുഞ്ഞെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും, ആ സുന്ദരഗാത്രിയായ കൗസല്യഗാത്രി, സുന്ദരമായ ഗാത്രത്തോടു കൂടിയ കൗസല്യാദേവി വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാൾ. വന്ദിച്ചിട്ട് സ്തുതിച്ചു തുടങ്ങി. കൗസല്യാസ്തുതിയാണ്, കൗസല്യാസ്തുതിയാണ്. നമസ്തേ ദേവദേവ, ദേവന്മാർക്കും ദേവനായിരിക്കുന്നവനെ. ദേവൻ എന്ന് പറഞ്ഞാൽ ദിവധാതുവിൽ നിന്നാണ്, പ്രകാശസ്വരൂപികളാണ് അവർ. ശംഖചക്രാബ്ജധര, ശംഖം ചക്രം പത്മം താമര ധരിച്ചിരിക്കുന്നവനെ. നമസ്തേ വാസുദേവ, വസുക്കളുടെ ദേവൻ, ഇന്ദ്രിയങ്ങളുടെ ദേവനായിരിക്കുന്നവൻ. മധുസൂദന ഹരേ, അപ്പം ദേവന്മാരുടെയും ദേവനായവനെ, ശംഖം ചക്രം പത്മ എന്നിവ ധരിച്ചവനെ അങ്ങേക്ക് നമസ്കാരം. മധുസൂദനനാണ് അങ്ങ്, വസുദേവരുടെ പുത്രനാണ്, അങ്ങേക്ക് നമസ്കാരം. നമസ്തേ നാരായണ, നമ്മൾ നാരായണ ശബ്ദം കണ്ടതാണ്. നമസ്തേ നരകാരേ, നരകത്തിന് അരിയായിട്ടുള്ളവൻ, ശത്രുവായിട്ടുള്ളവൻ. അതായത് ഭഗവത് സാന്നിധ്യം മനസ്സിലുണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ പാപവാസന മാലിന്യങ്ങളെല്ലാം പോയി നമ്മൾ ശുദ്ധി നേടും, അജ്ഞാനനാശം ഉണ്ടാവും. സമസ്തേശ്വര, എല്ലാത്തിൻ്റെയും ഈശ്വരനായിരിക്കുന്നവനെ. ഈശ്വരൻ ഈഷ്ധാതുവാണ്, നിയാമകനാണ്, ഭരണനിപുണനാണ്. ശൗരേ നമസ്തേ ജഗത്പതേ, ജഗത്തിന് പതിയായിരിക്കുന്നവനാണ്. നിൻ തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. അങ്ങ് ആ മായാദേവിയെ കൊണ്ട് വിശ്വം എപ്പോഴും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മായ ഇങ്ങനെ അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, സംഹരിക്കുകയും ചെയ്യും. സത്വാദിഗുണത്രയം ആശ്രയിച്ചെന്തിനിതെന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. ശരിയാണ്, ഇതെന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഭഗവാന്റെ ലീലയാണ്. നമ്മളിവിടെ ഈ നാടകശാലയിൽ നമ്മളുടെ റോള് കളിച്ചേ പറ്റുള്ളൂ. അപ്പം ഭഗവാന്റെ ആ മായാദേവി ഭഗവത് ശക്തി തന്നെയാണ്, ബ്രഹ്മത്തിൻ്റെ ശക്തി തന്നെയാണ് മായ. അപ്പോൾ സത്വാദി ഗുണത്രയം 3 ഗുണങ്ങളാണുള്ളത്: സത്വം, രജസ്, തമസ്. ആ സത്വത്തിലെ സത്വമാണ് വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത്. രജസ്സാണ് ബ്രഹ്മാവ്, ആ സൃഷ്ടി സൃഷ്ടി ബ്രഹ്മാവ്. പിന്നെ സ്ഥിതി മഹാവിഷ്ണുവിൻ്റെ ഇതാണ് തമസ്. സംഹരിക്കൽ ശിവഭഗവാന്റെ രൂപത്തിലാണ് നമ്മൾ കാണുക. ഗുണത്രയമാശ്രയിച്ചെന്തിനെന്ന് ഉത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. ഉത്തമനായിരിക്കുന്ന ആൾക്കാർക്ക് പോലും ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേലയത്രേ. അതിത്രയും ബുദ്ധിമുട്ടാണ്, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി എന്താണ്? പരമൻ, ഏറ്റവും പരൻ ആയിരിക്കുന്ന ആളാണ്. പരാപരൻ, പരബ്രഹ്മാഖ്യൻ, പരൻ, പരമാത്മാവു, പരൻ, പുരുഷൻ, പരിപൂർണൻ. അപ്പോൾ എന്താണ്? ആ ഒരു പൂർണ്ണത്വാത് പുരുഷ, പുരിശയതേ ഇതി പുരുഷ എന്നാണ്. അച്യുതൻ, ച്യുതിയില്ലാത്തവനാണ്. അനന്തൻ എന്നുണ്ട്, അനന്തനാണ്. നമുക്ക് ഫൈനൈറ്റ് അല്ല, ഇൻഫിനിറ്റ് ആണ്. അവ്യക്തൻ,
വ്യക്തമല്ല, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊന്നും വ്യക്തമല്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അളക്കാൻ പറ്റത്തില്ല. അവ്യയൻ, ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല. ഏകൻ, ഒന്നേ ഉള്ളൂ, ആ തത്വം മാത്രമേ ഉള്ളൂ. ശരിക്കും ഇവിടെ നാമരൂപങ്ങൾ ഉണ്ടെന്ന് തോന്നിക്കുന്നത് അത് നമുക്ക് ആ ഒരു തോന്നൽ മിഥ്യയാണ്, ഉണ്ടെന്നുള്ളത് പോലെയുള്ള തോന്നലാണ്. നിശ്ചലൻ, അനക്കമില്ലാതെ നിശ്ചലനാണ്. നിരൂപമൻ, വേറെ ഒന്നിനോട് ഉപമിക്കാൻ പറ്റാത്തവനാണ്. നിർവാണപ്രദൻ, നിർവാണം ആ ശാന്തിയെ പ്രദാനം ചെയ്യുന്ന ആളാണ്. നിത്യൻ, നിർമ്മലൻ, യാതൊരു മാലിന്യങ്ങൾ വാസനാമാലിന്യങ്ങളും ഇല്ലാത്ത ആളാണ്. നിരാമയൻ, ഒരു ആമയവുമില്ല, അവയവങ്ങളൊന്നുമില്ല, അപ്പം ആമയങ്ങളില്ല. നിർവികാരാത്മാ, അവിടെ പ്രത്യേകിച്ച് അവിടെ വികാരം ഉണ്ടാവുകയാണെങ്കിൽ മനസ്സും അതും എല്ലാം വേണമല്ലേ, അതൊന്നുമില്ല. ദേവൻ, നിർമ്മമൻ, ഒന്നിനോടും മമതയില്ല, പ്രത്യേകിച്ച് മമതയില്ലാത്ത. നിരാകുലൻ, ഒന്നുകൊണ്ടും ആകുലപ്പെടാത്ത ആൾ. നിരഹങ്കാരമൂർത്തി, ഒരു അഹങ്കാരം, ആ ഒരു ഞാൻ എന്നുള്ള ആ ഒരു അഹങ്കാരമില്ലാത്ത. നിരഹങ്കാരമൂർത്തി. നിഷ്കളൻ, കലകളൊന്നുമില്ല. നിരഞ്ജനൻ, ആ യാതൊരു മാലിന്യങ്ങളുമില്ല. നീതിമാൻ, നിഷ്കൽമഷൻ. അപ്പോൾ ആ ഭഗവാന്റെ വിവിധ ഗുണങ്ങളെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിഷ്കൽമഷൻ, നിർഗുണൻ, നിഗമാന്തവാക്യാർത്ഥവേദ്യൻ. അപ്പോൾ നമ്മുടെ നിഗമം എന്ന് പറഞ്ഞാൽ വേദവാക്യങ്ങളെ കൊണ്ട് അറിയാൻ പറ്റുന്ന ആൾ. നാഥൻ, നിഷ്ക്രിയൻ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആത്മതത്വം എന്ന് പറഞ്ഞാൽ ആ തത്വം ഒന്നും പ്രത്യേകിച്ചൊന്നും തത്വാർത്ഥ ബൗദ്ധ സ്വരൂപമായവനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. നിരാകാരൻ, പിന്നെന്താണ്, നിർജര നിഷേവിതൻ, നിർജരൻ പറഞ്ഞാൽ ദേവന്മാരാൽ നിർജരൻ എന്ന് പറഞ്ഞാൽ ദേവനാണ്, നിർജരന്മാരാൽ സേവിക്കപ്പെടുന്നവനാണ്. നിഷ്കാമൻ, പ്രത്യേകിച്ച് കാമങ്ങളൊന്നുമില്ല. നിയമിനാം, ഹൃദയ നിലയനൻ, ആ യോഗികളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആൾ. അദ്വയൻ, രണ്ടില്ലാത്തവൻ. അജൻ, ജന്മമില്ലാത്തവൻ. അമൃതാനന്ദൻ, നാരായണൻ. വിദ്വൻ, മാനസ പത്മമധുപൻ, മധുവൈരീ. ഇപ്പം അവിടെ ആ ഭഗവാൻ ആ സ്വരൂപം എന്ന് പറയുന്നത് സ്വയം തൃപ്തമാണ്, പൂർണ്ണമാണ്, നിത്യമാണ്. പിന്നെ പ്രപഞ്ചം ഇവിടെ പരമാത്മാവിൻ്റെ ഭാഗമല്ല, അതൊരു മിഥ്യാബോധമാണ്. അപ്പോൾ ആ തോന്നൽ മിഥ്യ മരുമരീചികയിൽ എങ്ങനെയാണോ ജലമുണ്ടെന്ന് നമുക്ക് തോന്നുന്നത് അതുപോലെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ മാത്രമാണ്. അപ്പം ഇനി എന്താണ് പറയുന്നത്? അദ്വയൻ, അജൻ, അമൃതാനന്ദൻ, നാരായണൻ. വിദ്വൻ, മാനസ പത്മ മധുപൻ. അപ്പം ആ ഒരു വിദ്വാൻമാരുടെ മനസ്സാകുന്ന താമരപ്പൂവിന് വണ്ടായിരിക്കുന്നവൻ ആണ് ഭഗവാൻ എന്ന് പറയുന്നത്. മധുവൈരി, മധു എന്ന കൈടഭന്മാരെ വധിച്ച ആളാണ്. സത്യജ്ഞാനാത്മാ, അപ്പോൾ ആ സത്യസ്വരൂപനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്, സത്യജ്ഞനാണ്. അപ്പം സമസ്തേശ്വരൻ, സനാതനൻ എന്നും നിലനിൽക്കുന്നതാണ്. സത്വസഞ്ചയ ജീവൻ, സനകാദിഭിസേവ്യൻ. സത്വസഞ്ചയ ജീവൻ, അപ്പം ജന്തുക്കളിൽ ആ ജീവഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ്, സനകാദികളാൽ സേവിക്കപ്പെടുന്ന ആളാണ്. ഇനി എന്താണ്? നിന്തിരുവടിയുടെ തത്വാർത്ഥബോധ സ്വരൂപനാണ്. ആ തത്വാർത്ഥബോധം, നമ്മുടെ ശരിക്കുമുള്ള ആ അഖണ്ഡബോധം, അതാണ് തത്വം എന്ന് പറയുന്നത്. ആ രൂപനാണ് സകല ജഗന്മയൻ, സത്താമാത്രകനല്ലോ സത്ത്, ആ ഉണ്മ മാത്ര സ്വരൂപമായ നിന്തിരുവടി. നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങയുടെ വയറിനുള്ളിൽ അന്തമില്ലാത്ത ബ്രഹ്മാണ്ടങ്ങളാണ് കിടക്കുക. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി? കൗസല്യാദേവി ചോദിക്കുകയാണ്, അങ്ങനെ ഉള്ള ഭവാൻ എൻ്റെ ജഠരത്തിൽ വസിക്കുന്നതിന് എന്ത് കാരണമാണ് പോറ്റി? സംരക്ഷിക്കുന്ന ആളാണ് പോറ്റി. ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തയാമെനിക്കിപ്പോൾ. ആ ഭക്തന്മാർക്കുണ്ടാകുന്ന ഭക്തി പാരവശ്യം എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയെന്നാണ് പറയുന്നത്. ഭർത്തൃ പുത്രാർത്ഥാകുല സംസാര ദുഃഖാംബുധൗ നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. ഭർത്തൃ പുത്ര അർത്ഥ കുല സംസാര ദുഃഖാംബുധൗ,
അപ്പോൾ ഭർത്താവ്, പുത്രന്മാർ, സമ്പത്ത്, കുടുംബം ഇവയൊക്കെ ഉണ്ട് നമ്മുടെ ഈ സംസാരത്തിൽ അല്ലേ. അപ്പം ആ സമുദ്രത്തിൽ നിത്യവും നിമഗ്നയായി അതിൽ മുങ്ങിക്കിടക്കുകയാണ്. അത്യർത്ഥം ഭ്രമിക്കുന്നേ, നമ്മളെല്ലാവരും അങ്ങനെ ഭ്രമിച്ച് കിടക്കുകയാണ് ഇവിടെ. ഇനി നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംഭോജം കാൺമാനും യോഗം വന്നു. അങ്ങയുടെ തന്നെ മഹാമായയുടെ ആ ശക്തിയുടെ ബലത്തിനാൽ ഇന്ന് അങ്ങയുടെ ആ പാദാംഭോജം കാലടികൾ കാണാനും യോഗം വന്നു. ത്വത്കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കേണമി കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ. ദുഷ്കൃതം എന്തെങ്കിലും ചീത്തയായിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഇപ്പോൾ കണ്ട ഈ രൂപം എൻ്റെ ദുഷ്കൃത ഒടുങ്ങുവാൻ വേണ്ടി എൻ്റെ നിത്യവും എൻ്റെ ഉള്ളിൽ കുടികൊള്ളണം എന്ന് പറയുകയാണ്. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ, വിശ്വമോഹിനി വിശ്വത്തെയെല്ലാം മോഹിപ്പിക്കുന്നവളായ, മോഹം എന്ന് പറഞ്ഞാൽ ഒരു വ്യാമോഹമാണ്. നമ്മൾ നമ്മുടെ യഥാർത്ഥ രൂപം മറന്ന് വേറൊരു രൂപത്തിൽ പെട്ടിട്ട് അതാണെന്ന് കരുതി ഇതിലിങ്ങനെ മുറുക്കെ പിടിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വിശ്വേശ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപതേ, എന്നെ നീ അങ്ങ് മോഹിപ്പിക്കല്ലേ. ലക്ഷ്മീപതേ, ലക്ഷ്മി ദേവിയുടെ പതിയായിരിക്കുന്നവനെ. കേവലം അലൗകികം വൈഷ്ണവമായ രൂപം, അലൗകികം ലോകത്തല്ലാത്ത കേവലമായ അത് മാത്രമേ ഉള്ളൂ. കൈവല്യം എന്ന് പറയുന്ന ആ കേവല പദത്തെ പ്രാപിക്കലാണ് വൈഷ്ണവമായ രൂപം. ദേവേശ മറയ്ക്കേണം മറ്റുള്ളവർ കാണും മുമ്പേ. അപ്പം ദേവേശ, ദേവന്മാർക്കെല്ലാം ഈശനായിരിക്കുന്നവനെ അങ്ങ് മറ്റുള്ളവർ കാണുന്നതിന് മുമ്പേ ഈ വൈഷ്ണവ രൂപം അങ്ങ് മറച്ച് കളയണേ എന്ന് പറയുകയാണ്. ലാളന ആശ്ലേഷാദ്യ അനുരൂപമായിരിപ്പോരു, എനിക്ക് ലാളന ചെയ്യണം, ആശ്ലേഷിക്കണം, അങ്ങനെ ഇരിക്കുന്ന ആ ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. അപ്പം എനിക്ക് ആ രൂപം കാണിച്ചു തരണേ. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. അപ്പോൾ ആ ലാളനം ചെയ്യണം, ആശ്ലേഷിക്കണം, അങ്ങനെയുള്ള ബാലഭാവത്തെ എൻ്റെ മുമ്പിൽ കാട്ടിത്തരണേ. പുത്രവാത്സല്യം എന്നുള്ള ഭാവത്തിൽ ഞാൻ ഭഗവാനെ പരിചരിച്ചിട്ട് ആ സംസാര സാഗരം എനിക്ക് കടക്കാൻ കഴിയണേ. ഇങ്ങനെ ആ വളരെ ഭക്തിയോടുകൂടി കൗസല്യാദേവി വണങ്ങി സ്തുതിച്ചപ്പോൾ ഭഗവാൻ എന്തു പറഞ്ഞു? മാതാവേ, ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും. മാതാവേ, ഭവതിക്ക് എന്താണ് ഇഷ്ടമാകുന്നതെന്ന് വെച്ചാൽ അതിന് ഒരു താമസവുമില്ല, അതിൽ നിന്നൊരു വ്യത്യാസവും ഇല്ല, അത് ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നൊരു ആ തെറ്റായ ഭാവം ദുർമതമാണ്. ദുർമതം വളർന്നോരു രാവണൻ തന്നെ കൊന്നു, അഹങ്കാരം വളർന്ന രാവണനെ കൊന്ന് സമോദം രോഗങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം. ആ സമോദം രോഗങ്ങൾക്കെല്ലാം സന്തോഷം വരുത്തുവാനായിട്ട് ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ, ബ്രഹ്മാവ്, ശങ്കരൻ, തുടങ്ങിയ ശിവഭഗവാൻ തുടങ്ങിയ അമരപ്രവരന്മാർ, ദൈവപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ, അതൊരു മാലിന്യമില്ലാത്ത ശുദ്ധമായ പരിശുദ്ധമായ പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി, ആ മനുഷ്യവംശത്തിൽ നിങ്ങളുടെ പുത്രനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. ആ മനുഷ്യ വേഷത്തിൽ രൂപം പൂണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു, ഞാൻ നിങ്ങളുടെയൊക്കെ പുത്രനായിട്ട് ജനിക്കണമെന്ന് വിചാരിച്ചിട്ട് ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. നിങ്ങൾ എന്നെ സേവിച്ചില്ലേ മനസ്സിൽ വിചാരിച്ചിട്ട്. പൂർവജന്മനെ, മുൻപുള്ള ജന്മത്തിൽ പുനരതു കാരണം ഇപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ, ഭൂതകം എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമായ ആ പഞ്ചഭൂതാത്മകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മദ്ദർശനം, എൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ വളരെ ദുർലഭമാണ്, ആ ദർശനം കിട്ടാൻ വളരെ പ്രയാസമാണ്. മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെ ഒരു ജന്മസംസാര ദുഃഖം. ഇത് എൻ്റെ ഫലമായിട്ടാണ് ഈ വേഷം നിങ്ങൾക്ക് കിട്ടിയത്. ഇത് മോക്ഷദായകവുമാണ്. അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഈ രൂപം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള സംസാര ദുഃഖവും ഉണ്ടാവില്ല. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു കൊള്ളുകെന്നാൽ, എൻ്റെ ഇങ്ങനെയുള്ള രൂപത്തെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും. യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദമിതാദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും. മർത്യൻ മൃത്യുരൂപനാണ്, മനനശീലമുള്ളവനാണ്, മനുഷ്യനാണ്. നമ്മിലെ സംവാദം അറിയാനായി ചോദിക്കുകയും അറിയിപ്പിക്കാനായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ആദരവോടെ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും. മുക്തി പല രൂപത്തിലാണെന്ന് കേട്ടിട്ടുണ്ട്, പലതരത്തിൽ. സാരൂപ്യമുക്തിയാണ് പറയുന്നത്, അതേ ഭഗവാന്റെ അതേ രൂപം കിട്ടുന്നതാണ്.
ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം. മരിക്കുമ്പോൾ എൻ്റെ തന്നെ സ്മരണ. അല്ലാതെ നമ്മൾ മരിക്കുവാണെങ്കിൽ ഭഗവാന്റെ സ്മരണ ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഭഗവത്ഗീത പറയണ ഏത് രൂപത്തിൽ നമ്മൾ ഭഗവാനെ മരിക്കുന്ന സമയത്ത് എന്താണോ നമ്മൾ എന്തോർത്ത് പോകുന്നു അതുപോലെ ആകും എന്നാണ്. അപ്പോൾ സാലോക്യം, സാരൂപ്യം, സാമീപ്യം, സായുജ്യം എന്നുള്ള 4 മുക്തികളാണ്. അപ്പോൾ അതിലേത് വേണമെങ്കിലും കിട്ടും. ഇവിടെ സാരൂപ്യമുക്തിയാണ് പറയണേ. ഇത്തരം അരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു. അങ്ങനെ ബാലഭാവത്തെ പൂണ്ടിട്ട് പ്രാപിച്ചിട്ട് സത്വരം പെട്ടെന്ന് കാലും കയ്യും കുടഞ്ഞു കരയുന്നോൻ. പെട്ടെന്ന് എന്തായി, കുഞ്ഞായിട്ട് തന്നെ ആ കയ്യും കാലും കുടഞ്ഞ് കരഞ്ഞു. ഇന്ദ്രനീലാഭപൂണ്ട സുന്ദര രൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ. ആ ഇന്ദ്രനീല ആഭ എന്ന് പറഞ്ഞ ആ ശോഭ പ്രകാശം പൂണ്ട് എന്താണ്, ആ ഇന്ദ്രനീലക്കല്ലിൻ്റെ ആ സുന്ദരമായ ശോഭ പൂണ്ടിട്ട് സുന്ദരനും ആ പരമാനന്ദ സ്വരൂപനും പിന്നെയോ അരവിന്ദലോചനൻ താമരപ്പൂവിൻ്റെ ഇതൾ പോലെയുള്ള കണ്ണുള്ളവൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ. അപ്പോൾ ചന്ദ്രചൂട അരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ. അപ്പോൾ എന്താണ്, പരമാനന്ദ സ്വരൂപനാണ്. ശിവൻ, ബ്രഹ്മാവ്, ദേവന്മാർ തുടങ്ങിയവരാൽ വന്ദിക്കപ്പെടുന്നവരുമായ ആ കൂട്ടത്താൽ വന്ദിക്കപ്പെടുന്നവനുമായ മഹാവിഷ്ണു ഭൂമിയിൽ അവതരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നന്ദനനുണ്ടായിതെന്നാശു കേട്ടൊരു പങ്ക്തിസ്യന്തനൻ ആ ദശരഥൻ അഥ പരമാനന്ദാകുലനായാൻ. ആ പുത്രന്മാരുണ്ടായെന്ന് കേട്ട് അദ്ദേഹം വളരെ സന്തോഷിച്ചു. പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം, പുത്രന്മാരുടെ ആ ജന്മം അറിയിച്ച ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദി അഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ. വസ്ത്രം, ആഭരണങ്ങൾ, ആഭരണങ്ങളൊക്കെ ദാനം ചെയ്തു. പുത്രവക്ത്രാബ്ജം കണ്ടു. അവരുടെ ആ മുഖം കണ്ടിട്ട്, താമരപ്പൂ പോലെയുള്ള മുഖം കണ്ടിട്ട് പുത്രന്മാരുടെ ദുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ. ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായിതു കൈകേയി സുതൻ. പുത്രൻ ആദ്യം വന്നത് രാമചന്ദ്രസ്വാമിയാണ്. അപ്പോൾ അത് കഴിഞ്ഞു അടുത്ത ദിവസമാണ് ആര് വന്നത്, കൈകേയിയുടെ പുത്രനാണ് അടുത്ത ദിവസം വന്നത്. സുമിത്രാപുത്രന്മാരുണ്ടായി തിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി. അപ്പം അമിത്രാന്തകൻ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്ക് കാലനായിട്ടുള്ളവൻ. യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ട് അശ്രുക്കൾ. ജനങ്ങൾക്ക് സന്തോഷം കൊണ്ട് കണ്ണുനീര് വന്നു. സ്വർണ്ണ രത്നൗഘ, സ്വർണം രത്ന ഔഘം കൂട്ടം, വസ്ത്രഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു. ഭൂദേവാനാം, ഭൂദേവന്മാർ വിപ്രന്മാർ ബ്രാഹ്മണർ. വിണ്ണവർ നാട്ടിലുമുണ്ടായിതു മഹോത്സവം. കണ്ണുകളായിരവും തെളിഞ്ഞു മഹീന്ദ്രനും. അവിടെ നമ്മൾ നേരത്തെ കണ്ടു, ഗർഭം ധരിക്കുന്നതിന് മുമ്പ് മുതലേ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഷോഡശ സംസ്കാരമുണ്ട്. നമ്മളുടെ ആ ഒരു സനാതന ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 16 ഷോഡശം എന്ന് പറയുമ്പോൾ 16 സംസ്കാരങ്ങളാണ്. ഗർഭാധാനം, പുംസവനം, ഒരു 3-ാം മാസം ആകുമ്പോഴത്തേക്കും പുംസവനം ചെയ്യും. പിന്നെ എന്താണ്, സീമന്തോന്നയനം, ജാതകർമ്മം, നാമകരണം, പിന്നെ നിഷ്ക്രമണം, പുറത്തേക്ക് ആദ്യമായിട്ട് കൊണ്ടുപോവുക, അന്നപ്രാശന ആദ്യ ആഹാരം കൊടുക്കുക, പിന്നെ ചൂടാകരണം, മുടികളയൽ, കർണവേദം ചെവി കുത്തുന്നത്, വിദ്യാരംഭം, ഉപനയനം, വേദാരംഭം, പിന്നെ കേശാന്ത ഒരു പിന്നെ എന്താ പറയണേ ഗോദാനം, അങ്ങനെയുള്ള വിവാഹം, പിന്നെ സമാവർത്തം, അങ്ങനെ കുറേ അന്ത്യേഷ്ടി, അങ്ങനെയുള്ള 16 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് സനാതനധർമ്മത്തിൻ്റെ ആ ഒരു രീതി. അപ്പോൾ അതിൽ ഇതിനകത്ത് ഈ സമയത്ത് ചെയ്യേണ്ട ജാതകർമ്മം, പിന്നെ നേരത്തെ ആ ഗർഭധാനം, അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്തു. സമസ്ത ലോകങ്ങളും ആത്മാവാമിവങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും. എല്ലാ ലോകങ്ങളും ഈ പരമാത്മാവായിരിക്കുന്ന കുട്ടിയിൽ രമിക്കുന്നു. ആത്മാരാമനാണ് രാമൻ എന്ന് പറയുന്നത്. ആ വസിഷ്ഠൻ ആ ശ്യാമള നിറം പൂണ്ട കോമളകുമാരന്, ആ ഒരു നീലശ്യാമള കോമളനായ ആ ഭഗവാന് രാമനെന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ. അപ്പം അവനവനിൽ ആനന്ദിക്കാൻ, ആത്മാരാമനായിട്ടിരിക്കാനായിട്ട് പ്രത്യേക ഉപാധികളൊന്നും വേണ്ട.
ഭരണനിപുണനാം കൈകേയി തനയനും ഭരണനിപുണനായിരിക്കും അദ്ദേഹം. ആ കൈകേയി പുത്രന് ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ഭരതനെന്ന് പേരിട്ടു. ലക്ഷണാന്വിതനായ സുമിത്രാ തനയനും സുമിത്രയുടെ പുത്രന്മാരിൽ മൂത്തവനായിട്ടുള്ള ആ കുമാരൻ ലക്ഷണമൊത്തവനായതുകൊണ്ട് ലക്ഷ്മണൻ എന്ന് പേരിട്ടു. പിന്നെ ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നനെന്നു സുമിത്രാത്മജാവരജനും സുമിത്രാദേവിയുടെ അവരജൻ അനിയൻ ഇളയവന് ആ ശത്രുക്കളുടെ കൂട്ടത്തെ ഹനിക്കുക നിമിത്തമായി ശത്രുഘ്നൻ എന്ന് പേരിട്ടു. നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാനപ്പോൾ ദശരഥ രാജാവ് ഭൂമിപാലൻ ഭാര്യമാരുമായിട്ട് ആനന്ദിച്ചു എന്ന് പറയുന്നു. ഹരി ഓം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി